സേഫ് ആയിട്ടിരിക്കില്ല. ഞങ്ങളിതാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സേഫ് ആയിട്ടിരിക്കുവാണേ. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളൊരു യാത്രയിലാണേ. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പപ്പീസൊക്കെ ഉണ്ടായ കാര്യം. അപ്പോൾ എന്തായാലും പപ്പീസിനൊക്കെ ഇപ്പോൾ ഇതാ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 പേര് ബുക്കിംഗ് ആയിട്ട്, അപ്പോൾ ഒരാളെ നമ്മളിന്ന് സെയിൽ ചെയ്യുവാണേ. അപ്പോൾ ആളെ കൊടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പോൾ പുറകിൽ നല്ല സേഫ് ആയിട്ട് നമ്മുടെ പപ്പി ഇരിപ്പുണ്ടേ. അപ്പോൾ 3 പേരെ നമ്മൾ വീട്ടിലാക്കി, ഒരാളെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലക്കാടാണ് ഇപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയുടെ ഉടുപ്പൊക്കെ ഒന്ന് ഊരിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇവിടെ അത്യാവശ്യം കുറച്ച് എത്തിയപ്പോഴത്തേനും നല്ല ഇതിന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്കാണെങ്കിൽ ചെറുതായിട്ട് വൊമിറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഛർദ്ദിച്ചു. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഡ്രസ്സൊക്കെ ഒന്ന് ഊരി കൊടുത്തിരിക്കുവാണേ. ഇപ്പോൾ നമ്മളിതാ ഏകദേശം എവിടെ എത്തിയേട്ടാ? മണ്ണാർക്കാട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് വേലിക്കാട് പാലം കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ ഒന്ന് കാണാം. എന്തായാലും ഈ ഒരു ഭാഗത്ത് റോഡൊക്കെ അടിപൊളി റോഡ് തന്നെയാണ് കേട്ടോ. വണ്ടികളൊക്കെ ഒഴുകിയാണ് പോണത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്താൻ പാകത്തിനാട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. നല്ല വെയിലായിട്ടുണ്ട് രാവിലെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നല്ല ഉറക്കത്തിലാണേ. ഇനി കിടന്ന് ഉറങ്ങട്ടെ അല്ലേ? കുറച്ചുകൂടി നമുക്ക് പോവാനുണ്ടല്ലോ. പപ്പീനെ കൊടുക്കാൻ പോവാണോ? പപ്പീനെ പൊക്കുവാ? പപ്പീനെ കൊണ്ടുപോകാൻ ആൾ വരുമല്ലോ. കുറച്ച് വിടാല്ലേ? എത്തിയിട്ടുണ്ടേ. അതാ നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ ചുറ്റിന് മണിയായിട്ട് ഇരിപ്പുണ്ടേ. അതേപോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് പരിപാടികളൊക്കെ നമ്മളൊരു വ്ളോഗാക്കിയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്നാലും നടന്നില്ല കേട്ടോ. കാരണം രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ മാത്രമേ നമുക്ക് എന്തായാലും നമ്മുടെ അട്ടപ്പാടിയിൽ നമുക്ക് ഇവിടേക്ക് എത്തണമെങ്കിൽ, അതായത് പാലക്കാട് എത്തണമെങ്കിൽ ഒരു 2.5 മണിക്കൂർ എന്തായാലും ഉണ്ട് കേട്ടോ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പെട്ടെന്ന് ശരവടാതെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് മുയലായാലും അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, അതേപോലെ തന്നെ ബാക്കി നമ്മുടെ കുറച്ച് ഡോഗ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വീട്ടിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും ടൈമും പോയി കേട്ടോ. പിന്നെ പെട്ടെന്ന് വരികയാണ് ചെയ്ത്. ഇന്നും നമുക്ക് പണിക്കായാലും ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ ആയാലും ഇത് പുറത്തുനിന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം നമ്മളിന്ന് അവിടെ ഇല്ലല്ലോ. എന്തായാലും നമുക്ക് പോവാം അല്ലേ? ഈ ഒരു ഭാഗം എത്തിയപ്പോൾ ആ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ കാണുന്ന ആ ഒരു ഓറഞ്ച് കളറുള്ള ഒരു ഫ്ലവർ കണ്ടു. അപ്പോൾ അതിൽ നമുക്ക് ഇല പോലും കാണാതെ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിലാട്ടോ പൂക്കളുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഈ ഒരു പാലത്തിൽ കൂടെ നമ്മൾ എന്ന് വന്നാലും ഈ ആ ഒരു അവസ്ഥ തന്നെയാട്ടോ. എപ്പോഴും തിരക്ക് തന്നെയായിരിക്കുമേ. അപ്പോൾ ഇന്നും ആ ഒരു തിരക്കിന് ഒരു കുറവുമില്ല. അതേപോലെ തന്നെ ഈ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ടേ. അപ്പോൾ ഇത്ര നേരം ആശ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പതുക്കെ നീച്ചിട്ടുണ്ട്. നല്ല ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പതുക്കത് എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളൊരു നോട്ടാണ് ആൾക്ക്. വീണ്ടും കിടക്കാനുള്ള ശ്രമമായിരുന്നോ? ഇത് എവിടെ പോവാ? ബായ് പോവാണോ? അവിടെ കിടന്നോട്ടോ. എന്തായാലും നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ അടിയിൽ നന്നായിട്ട് തന്നെ ന്യൂസ് പേപ്പർ വിരിച്ചിരിക്കും. അപ്പോൾ ന്യൂസ് പേപ്പർ ഏകദേശം നനഞ്ഞു തുടങ്ങിയിട്ട് എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യണം. വരുന്ന വഴിക്ക് നമുക്ക് അതേപോലെ ഒരുപാട് പാലങ്ങളും കുറേ പുഴകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വരുന്ന ടൈമിൽ പല പാലങ്ങളുടെയും വർക്കൊക്കെ പകുതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും വർക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയി പാലങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ ഏകദേശം കൽപ്പാത്തിക്കൊക്കെ പോകുന്ന റൂട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൽപ്പാത്തിയുടെ ബോർഡുകളൊക്കെ ഇവിടെ ഒരുപാട് നമ്മൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ കൽപ്പാത്തി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. മാത്രമല്ല കൽപ്പാത്തി തേരൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, വന്നിട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കൽപ്പാത്തി തേരിഞ്ഞ് പണ്ട് ചെറുതായിരുന്ന ടൈമിലൊക്കെ ഒരുപാട് വർഷം മുന്നൊക്കെ വന്നൊരു ഓർമ്മ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയാട്ടോ ആ ഒരു ഉത്സവമൊക്കെ. ഇവിടുത്തെ ആഘോഷങ്ങളുടെ മെയിൻ ഒരു ഉത്സവം തന്നെയാണെന്ന് പറയാം കേട്ടോ. അതേപോലെ തന്നെ കുമ്മാട്ടി, അതൊക്കെ
അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഇതാ കടന്നുകൊണ്ടിരിക്കുകയാണേ. നമുക്കിത് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പാലക്കാട് ടൗൺ എത്തിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളത് ചന്ദ്രനഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കി പതുക്കെ. അപ്പോൾ നമ്മൾ കൊപ്പം സിഗ്നൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ പപ്പി ആണെങ്കിൽ നല്ല സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ അത്യാവശ്യം ട്രാവൽ ഉണ്ടല്ലോ നമുക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 മണിയായപ്പോഴത്തേനും നമ്മൾ ഫുഡ് കൊടുത്തു വിട്ടു. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ നേരത്തെ ഫുഡ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് വോമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേപ്പർ ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, യൂറിനൊക്കെ പാസ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പേപ്പർ എടുത്തുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് കുറച്ചുകൂടി നനയുവാണെങ്കിൽ ഒന്നുകൂടി മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇത്രയും നേരം വന്നിട്ടുള്ള ഒരു മെയിൻ റോഡിൽ നമ്മളിത് പതുക്കെ ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ ഒരു റൂട്ടിനാട്ടോ പോകാനുള്ളത്. ഇവിടേക്ക് 2 സൈഡിലും ഒരുപാട് മരങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ലൊക്കേഷൻ നോക്കിയിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ആ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴി എന്തായാലും കറക്റ്റാട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പപ്പി നമുക്ക് കോട്ടയം പോകാനുള്ളതാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കോട്ടയത്തിന് ഡെലിവറി ചെയ്യണം. അപ്പോൾ എന്തായാലും പാലക്കാട് ചന്ദ്രനഗർ ആ ഭാഗത്തേക്കാട്ടോ വണ്ടി വരുന്നത്. അതായത് പെറ്റ്സിനെയൊക്കെ എടുക്കുന്ന വെഹിക്കിൾ വരും. അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. എത്താനുള്ളത് കോട്ടയത്തേക്കാണ്. അപ്പോൾ എന്തായാലും ഏകദേശം ഇതാ എത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഇവിടെ ഇരുന്നപ്പോഴാണ് നമ്മൾ ആ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ച നോക്കിയിരിക്കുകയാണ് നമ്മുടെ ആവണിക്കുട്ടി. അപ്പോൾ അതെന്താ നല്ലതാ ഈ തൂങ്ങി ആടുന്ന ആ ഒരു പോട്ടുകൾ കണ്ടു. അപ്പോൾ അതിൽ വെള്ളം നിറച്ചിട്ട് ഇതേപോലെ ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പൊള്ളുന്ന ചൂടിനാണല്ലോ. അപ്പോൾ എന്തായാലും കിളികൾക്കൊക്കെ നല്ലൊരു ആശ്വാസമായിരിക്കും ഇത്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ ഒരു കാഴ്ച. അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി നമ്മുടെ പപ്പീനെ ഒന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പം നോക്കിയപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് ഞാൻ വീണ്ടും നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പേപ്പറൊക്കെ ഒന്ന് മാറ്റി വേറൊരു കുറച്ച് പേപ്പറുകളൊക്കെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അച്ഛൻ ഇവിടെ എന്താ ചെയ്യുന്നത് നല്ല ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. നമുക്ക് ഇപ്പോഴും അറിയില്ല നമ്മൾ പപ്പീനെ കൊടുക്കുക എന്നുള്ളത് എന്തായാലും ആൾക്കറിയില്ല. എന്തായാലും അവളുടെ എക്സ്പ്രഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം അവൾ ഇവരുമായിട്ട് നല്ല ക്ലോസ് കേട്ടോ. നമ്മൾ എടുക്കേണ്ടെന്ന് പറഞ്ഞാലും പോയി എടുക്കും. അതേപോലെ തന്നെ അവരുടെ പിന്നാളെ അവരുടെ ഇങ്ങനെ കളിക്കുകയും ചെയ്യുകയൊക്കെ ആയിട്ട് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയാലും. അപ്പോൾ ഇതാ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പേപ്പറൊക്കെ മുറിച്ച് കീറി അതിലിടുന്നുണ്ട് കേട്ടോ ആള്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ അതാ വെയിറ്റിങ്ങിനിടയിൽ നമ്മുടെ ആ ഒരു വെഹിക്കിൾ എത്തിയിട്ടുണ്ട്. ആ കാണുന്നത് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് കയറിയിട്ടതാ ഈ ഒരു വെഹിക്കിളാട്ടോ നമ്മുടെ പെറ്റ്സിനൊക്കെ കൊണ്ടുപോകുന്നത്. വണ്ടി വന്നത് ഞാനിതാ നമ്മുടെ പപ്പീനെ കൊടുക്കാന്ന് പറയുന്നത് നമ്മുടെ ആവണിക്കുട്ടി കരയിലൊക്കെ ഒരുമിച്ച് ആൾ കരയുന്നുണ്ട്. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവളെ എടുത്തിട്ട് പതുക്കൊന്ന് കൊണ്ടുപോവാട്ടോ. അപ്പോൾ ഇതാ വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രൊസീജിയർ കൂടി കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം അതിൻ്റെ ടോക്കൺ നമ്പറും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെറ്റ്സിനെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുടെ ഡ്രൈവറാണ്. അപ്പോൾ എന്തായാലും ആൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെഹിക്കിളായാലും അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. കാരണം പെറ്റ്സിനെ കൊണ്ട് അത്യാവശ്യം ലോങ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷനും വെന്റിലേഷനും എല്ലാം പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഒരു വെഹിക്കിളിൻ്റെ മൊത്തം അറേഞ്ച്മെൻ്റ് ഒക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്ത് തീരാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പപ്പീനെ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ പപ്പീനെ എടുത്ത് ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറകിലേക്ക് എടുത്ത് സെറ്റ് ചെയ്യാണ്ട് നേരെ. അതേപോലെ ആവണിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. ആളുടെ മുഖമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടേ. ആവണിക്കുട്ടി ഇതാ പപ്പീനെ കൊടുത്തു എന്ന് പറയുമ്പോഴത്തേനും ആവണിക്കുട്ടി ഇതാ കൊണ്ടുപോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾ വേറെ എന്തൊക്കെയോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. ആളിതാ അതിന് പുറകിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഇങ്ങനെ ഓരോ ചെറിയ കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മളിതേപോലെ ബോക്സിലാണല്ലോ കൊടുത്തിരിക്കുന്നത്. ബോക്സോടെ തന്നെ ഇതാ ആളതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിനുള്ളിൽ വേറെ ഒരു ബോക്സിൽ ഒന്നല്ല കേട്ടോ 2 ബോക്സിലായിട്ട് പപ്പീസ് ഉണ്ട്. ഞാൻ്റെ ഒരു വെഹിക്കിളിൻ്റെ ഒരു ഉൾഭാഗം വരുന്നത്. പപ്പീസിനെ കൊടുത്തു പോവാനേ. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ പപ്പീസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വെഹിക്കിളും കൂടിയാണ്. അതേപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല അതാ കാണുന്ന ഒരു ഫാൻ കണ്ടോ. അപ്പോൾ അതൊക്കെ വെന്റിലേഷനും എയർ സർക്കുലേഷനൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടി കൂടിയാണ്. നമ്മുടെ പപ്പീസിനെ കുറിച്ച് നമ്മൾ തിരിച്ച് വണ്ടി കയറിയിട്ട് അപ്പോൾ വണ്ടി പോയിട്ടില്ല. അപ്പോൾ വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ റൂട്ട് തിരിക്കും കേട്ടോ. ഇനി അവൻ്റെ വീട് പപ്പി എവിടെ അമ്പു. എന്തായാലും നമ്മുടെ ആവണിക്കുട്ടിക്ക് പപ്പീസിനെ കൊടുത്തതിൽ ഭയങ്കര സങ്കടം കേട്ടോ. ആൾ ആ വണ്ടി പോയിട്ടില്ലല്ലോ. അപ്പോൾ വണ്ടിയിലേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. വണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ്.
കുറച്ച് ടൈം എടുക്കും തോന്നുന്നു പോകാൻ വേണ്ടി. എന്തേ പപ്പീനെ വണ്ടിയിൽ കയറ്റി എന്നൊക്കെയാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ വേറെ പപ്പീസ് ഉണ്ടല്ലോ. വേറെ പപ്പി ഇല്ലേ? അത് വേറെ വാവകളുടെ അടുത്ത് പോയതാണ് കേട്ടോ. നമുക്ക് വേറെ പപ്പീസ് ഉണ്ടല്ലോ. പിന്നെന്തോ പോവാം, നമുക്ക് തിരിച്ചു പോവാം. പോയോ? അത് സാരില്ല കണ്ടോ. ആൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ ദിവസമായിട്ട് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. മാത്രമല്ല നമ്മളിപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവൾ പോയി അവൾ നീച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയി ആ ഒരു വാതിലൊക്കെ പതുക്കെ അതിൻ്റെ ഓടാമ്പലൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്ന് ഓരോന്നിനായിട്ട് പുറത്തിറക്കും. എന്നിട്ട് അവരിങ്ങനെ തുള്ളിച്ചാടി കളിക്കാനൊക്കെ തുടങ്ങിയ ഒരു പ്രായമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിന്നാലെ ഇങ്ങനെ കളിക്കും കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമ്മൾ കുറച്ച് എന്തിനും ഓക്കെ ആവും. ലാവണി എന്തേ? അപ്പോൾ നമ്മളിതാ വണ്ടിയുടെ പുറകിലാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെച്ച സ്ഥലത്ത് നമ്മളെ പപ്പീസിന് ഇപ്പോൾ അവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറയുകയാണ് അവിടെ ഇല്ല ഇല്ലാന്ന്. അവിടെയാണോ കുട്ടി വെച്ചിരുന്നേ? എവിടെ പോയി? മുമ്പ് പോയോ? പി വണ്ടി കൊണ്ടുപോയോ? സാരമില്ല, നമുക്ക് വേറെ പപ്പീസ് ഉണ്ട് കേട്ടോ. കുഞ്ഞിനെ കളിക്കാൻ വേറെ കുറേ പപ്പീസ് ഉണ്ടല്ലോ. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. ചൂടുണ്ടോ പൊന്ന? ചൂടുണ്ടോ? ഇല്ലേ? വന്ന് നേരെ പെടുന്നൊരു സിഗ്നലിലാണേ. അപ്പം എന്തായാലും നമുക്ക് പോകാനുള്ളൊരു ടൈം ആയിട്ടില്ല. പോവേണ്ട പച്ച. ഭയങ്കര ട്രാഫിക് ആയിരുന്നു. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ട്രാഫിക്കാണ്. ഇപ്പോഴായാലും പോകുമ്പോഴൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായി. ഇപ്പോഴും വെയിലിനൊക്കെ നല്ല ശക്തിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഇതേപോലെ കരിക്കുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മൾ കരിക്കൊക്കെ വാങ്ങി കുടിച്ചു. അപ്പോൾ കരിക്ക് കുടിക്കാൻ വേണ്ടി ഇറക്കി ആവണിക്കൂട്ടി നേരെ പോയത് തൊട്ടടുത്ത് തന്നെ ചട്ടിയൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ ചട്ടികളും ഒരുപാട് ചിരാതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആളതൊക്കെ നോക്കി കുറേ നേരം നിന്നിട്ട് പിന്നെ ഇതാ അവളിപ്പോൾ ഓക്കെയാണ് കേട്ടോ. പപ്പീനെ കൊടുത്താൽ സങ്കടത്തിൽ നിന്നൊക്കെ ആൾ പതുക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് നമ്മൾ വേറെ സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.